നമ്മുടെ എക്സ്പെക്ടേഷൻ ലെവല് മുകളിൽ പോവുകയും റിയാലിറ്റി ബാക്കിലാവുകയും ചെയ്യും. എക്സ്പെക്ടേഷൻ ഇവിടെ ആയിരിക്കും കിടക്കുന്നുണ്ടാവുക. എക്സ്പെക്ടേഷൻസ് നമുക്ക് മുകളിൽ പോവുകയും റിയാലിറ്റി ഗ്രൗണ്ടഡ് ആയിരിക്കും. റിയാലിറ്റി ഇവിടെ ഉണ്ടാവും, എക്സ്പെക്ടേഷൻസ് മുകളിൽ ഉണ്ടാവും. അപ്പൊ എന്താവും, വലിയൊരു ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പ് വലിയൊരു തരത്തില് വിഷമത്തിലേക്കും അതുപോലെ തന്നെ അൺഹാപ്പി ആക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ എപ്പോഴും ഓൾവേസ് നിങ്ങൾ എന്താണോ പഠിക്കുന്നത്, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണോ സെറ്റ് ചെയ്ത്, കാരണം പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളുടെ ടീമിന്റെ എക്സ്പെക്ടേഷൻ മാറിക്കൊണ്ടിരിക്കും, നിങ്ങളുടെ എക്സ്പെക്ടേഷൻ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനനുസൃതമായിട്ട് നിങ്ങൾ എക്സിക്യൂഷൻസിലേക്കും വരണം. ആ എക്സിക്യൂഷന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമുക്ക് ഒരു കാര്യത്തിന്റെ സ്പീഡ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഒരു കാര്യത്തിന് സ്പീഡ് ഉണ്ടാകുന്നത് എപ്പോഴാണ്? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സ്പീഡ് ഉണ്ടാകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇന്റൻസീവ് നീഡ് ഉണ്ടാവണം, അല്ലെ? ഇന്റൻസീവ് ആയിട്ടുള്ള നീഡ് ഉണ്ടാവണം. ഇന്റൻസീവ് ആയിട്ടുള്ള നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേ ബി ചിലപ്പോൾ ഒരു ഇത്ര എമൗണ്ട് നമുക്ക് കൊടുക്കാനുണ്ടാവണം. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തില് നമ്മൾ അതിന്റെ പേരിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഇന്റൻസീവ് നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും 100% ചെയ്യും. രണ്ടാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡ്രീം ഉണ്ട്. ഇന്റൻസീവ് നീഡൊന്നല്ല, അതൊരു ഡ്രീമാണ്, സ്വപ്നമാണ്. ഇങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു വലിയ സ്വപ്നം നിങ്ങൾക്കുണ്ട്. ആ സ്വപ്നത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ വർക്ക് ചെയ്യും. ഒന്ന് ഇന്റൻസീവ് ആയിട്ടുള്ള നീഡാണ്, രണ്ടാമത്തത് ഡ്രീമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഔട്ട്സൈഡ് പ്രഷറാണ്. അതായത് നിങ്ങൾക്ക് ഒരു പുഷ് കിട്ടുന്നുണ്ട്. ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് നിലനിൽക്കാൻ കഴിയില്ല. കുടുങ്ങിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ചെയ്യാന്ന് പറയില്ല, നമ്മളൊരു രക്ഷയില്ലാതെ ചെയ്യാന്ന് പറയില്ല. ആ ഒരു രീതിയാണ് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഇന്റൻസീവായ നീഡാണ്. നമ്മളൊരു എക്സിക്യൂഷന് നമ്മുടെ സ്പീഡ് നിശ്ചയിക്കുന്നത് ഈ 3 ഘടകങ്ങളാണ്. ഒന്ന് ഇന്റൻസീവ് ആയിട്ടുള്ള നീഡാണ്, രണ്ടാമത് നമ്മുടെ ഡ്രീമാണ്, മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ചുറ്റുപാട് അത് നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യണം എന്ന് നിർബന്ധിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു എലമെന്റ്സ് ഉണ്ടാവാം. മേ ബി ചില മറ്റുള്ള ആൾക്കാർ അത് കൊണ്ടുവന്നിട്ടുണ്ടാവും, മറ്റുള്ള ഓപ്പോസിറ്റുള്ള കടക്കാരൻ അത് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കും ആ ഒരു ഡിജിറ്റൽ സൈൻ ബോർഡ് വെക്കണമായിരിക്കും. ആ സമയത്ത് നിങ്ങൾ വെക്കുന്ന രീതി. അപ്പൊ നമുക്ക് എല്ലാത്തിനും ഇന്റൻസീവായ നീഡോ ഡ്രീമോ അതല്ലെങ്കിൽ ഔട്ട്സൈഡ് പ്രഷറോ ഉണ്ടാവണമെന്നില്ല. ചിലതിന് ഇന്റൻസീവായിട്ട് നീഡ് ഉണ്ടാവും, അതല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 20% ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇന്റൻസീവ് ആയിട്ടുള്ള നീഡ് ഉണ്ടാവുക. നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം എന്ന് പറയുന്ന കേസുകൾ ഉണ്ടാവാം. അത് 20% എന്തായാലും ചെയ്യും. ഇപ്പൊ നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന കേസിൽ നമ്മൾ ഇന്റൻസീവ് ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു ഏരിയ അതായിരിക്കും വാഷ്റൂം, കിച്ചണ്, അല്ലെ? ഈ രണ്ട് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ടേബിൾ, ഇതൊക്കെ നമ്മൾ വളരെ ഇന്റൻസീവായ നീഡാണ്. ക്ലീൻ ചെയ്തില്ലാണെങ്കിൽ പിറ്റേ ദിവസം സ്മെല്ല് ചെയ്യും. പക്ഷെ അതേപോലെ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചെയ്യുമോ? ഇല്ലേ, ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതുപോലെയാണ് നമ്മുടെ ഇന്റൻസീവ് നീഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റൻസീവ് നീഡൊക്കെ നമ്മൾ എന്തായാലും 100% നമ്മൾ ചെയ്തിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു കാരണം കൂടെ. ഇപ്പൊ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇതൊരു 20% ആയിരിക്കും ഉണ്ടാവുക. ഒരു 20%. അത് 20% ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്തുണ്ടാവും? നിങ്ങളുടെ റെന്റ് അടക്കാം, സാലറി സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. ഈ ഇന്റൻസീവ് നീഡിന്റെ ബേസ് ചെയ്ത് തന്നെയാണ് പല ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടോ. ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. കാരണം അവരുടെ ഇന്റൻസീവ് നീഡ് എന്താ? അവരുടെ റെന്റ് കൊടുക്കുക, വണ്ടിയുടെ അടവടക്കുക, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങുക. ഈ കാര്യങ്ങളൊക്കെ നടന്നു പോയാൽ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും.